ഹായ്, ഞങ്ങൾ അശ്വഗന്ധ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സായ ഡോക്ടർ ദേവിക, ഡോക്ടർ കല്യാണി. എന്താണ് സൈനസൈറ്റിസ് അഥവാ മണ്ടപീനിസം? നമ്മുടെ മുഖത്ത് നമ്മൾ ശ്വസിക്കുന്ന വായു കടത്തിവിടാനായിട്ട് കുറച്ച് പൊള്ളയായ ഭാഗങ്ങളുണ്ട്. അതാണ് സൈനസ്. ഈ പറഞ്ഞ സൈനസിന് ചുറ്റുമായി ചില കോശങ്ങളുണ്ട്. അവ നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ എക്സ്പോസ് ആവുന്ന സമയത്ത് ഈ സൈനസ് കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സാധാരണ രീതിയിൽ അത് മൂക്കൊലിപ്പായി പുറന്തള്ളപ്പെടുന്നതാണ്. എന്തെങ്കിലും തടസ്സമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഈ കഫം അവിടെ തന്നെ തങ്ങി നിന്ന് പച്ചയോ മഞ്ഞയോ കളറായി ഇൻഫെക്ഷനായി മാറുന്നു. ഇതിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. നേസൽ പോളിപ്പ് ഉള്ളവർക്കും അല്ലെങ്കിൽ മൂക്കിന് വളവുള്ളവർക്കും ഈ കഫം പുറത്തേക്ക് വരാണ്ട് അവിടെ തന്നെ തങ്ങി നിൽക്കും. ഇനി എന്തൊക്കെയാണ് സിംറ്റംസ്? തലവേദന, തലക്കനം, മൂക്കടപ്പ്, ചുമ, തുമ്മൽ, മൂക്കിൽ നിന്നും കഫം തൊണ്ടയിലോട്ട് ഇറ്റിച്ച ഇറങ്ങുന്നത്. സാധാരണ രീതിയിൽ സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഈ കണ്ണിന് ചുറ്റും പിരികത്തിന് മുകളിലുമായിട്ടുമാണ് വേദന തോന്നുന്നത്. ഇത് കിടക്കുമ്പോഴും കുനിയുമ്പോഴുമാണ് കൂടുതലായി തോന്നുന്നത്. മൂക്കിൽ നിന്നും ദുർഗന്ധം വരുന്നത്, മൂക്ക് ശക്തമായി ചീറ്റുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ പ്രസൻസ് കാണപ്പെടുന്നത്, ടേസ്റ്റ് സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റാത്തത്, ജോയുടെ അവിടെയും പല്ലിൻ്റെ അവിടെ ഒരു വേദന തോന്നുന്നത്, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം? സൈനസൈറ്റിസ് ഉള്ളവർക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കോട്ടൺ മുക്കി ഈ വേദനയുള്ള ഭാഗത്ത് വെക്കുക. അടുത്തതായിട്ട് ആവി പിടിക്കുന്ന സമയത്ത് പനിക്കൂർക്ക ഇലയിട്ട് ആവി പിടിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. മറ്റ് ആയുർവേദ ചികിത്സകളായ നസ്യം, ധൂമവർത്തിയും ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ ഒഴിവാക്കേണ്ടത്? തണുത്ത ആഹാരങ്ങൾ, തണുത്ത അന്തരീക്ഷം നമ്മൾ ഒഴിവാക്കണം. വെയിലത്ത് നിന്ന് വന്ന് പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത്, പുളിയുള്ള ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ തൈര്, ലെമൺ, മുസമ്പി ഇവ നമ്മൾ ഒഴിവാക്കണം. അധികമായി മധുര ആഹാരങ്ങൾ, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ ഇവയും ഒഴിവാക്കുക. സാധാരണ രീതിയിൽ ഈ സൈനസൈറ്റിസ് മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായും മാറുന്നൊരു രോഗമാണ്.